വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡിഷാണ് വഴറ്റ് വാഴയ്ക്ക അല്ലെങ്കിൽ ഏത്തയ്ക്ക വിളയിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വഴറ്റ് വാഴയ്ക്ക എങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ വഴറ്റ് വാഴയ്ക്ക ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഉണങ്ങിയ വാഴയ്ക്കയാണ്. അതായത് ഏത്തയ്ക്ക നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയാണ് എടുക്കേണ്ടത്. ആദ്യം അത് ചെയ്യാം. അതിനായിട്ട് ഞാനിപ്പോൾ നിങ്ങളെ ജസ്റ്റ് കാണിക്കാനായിട്ട് ചെയ്യുന്നതാണ്. ഞാൻ ഓൾറെഡി ഉണക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ ഏത്തയ്ക്ക, പഴുത്ത ഏത്തയ്ക്ക ബാക്കിയൊക്കെ വരുമ്പം ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്, നല്ല വെയിലുള്ളപ്പം. ഇങ്ങനെ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നാൾ സ്റ്റോർ ചെയ്യാം. ഇതേപോലെ ഒരു മുറത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്കോ വെച്ച്. അപ്പോൾ ഇതിനി വെയിലത്ത് വെച്ച് ഉണക്കണം. നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു 4 to 5 days മതി നമുക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടാനായിട്ട്. അപ്പോൾ ഉണങ്ങി വരുമ്പോഴത്തേക്ക് ഇത് നല്ലൊരു കാരമൽ കളറാവും. അപ്പം അങ്ങനെ ഉണക്കി വെച്ചേക്കുന്ന ഏത്തയ്ക്കയാണ് നമുക്ക് വേണ്ടത്. ഇതേപോലെ ഇരിക്കും. ഒരു 4-5 ദിവസം ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ കട്ടിയായിട്ട് കിട്ടും. നമ്മൾ അങ്ങനെ ഉണക്കി എടുത്തേക്കുന്ന ഏത്തയ്ക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം, ഒരു വർഷമൊക്കെയും സൂക്ഷിച്ച് വെക്കാം. കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് വെക്കാം. അത് ചീത്തയാവാണ്ടിരിക്കും. പണ്ട് കാലങ്ങളിലൊക്കെ ഏത്തയ്ക്കൊക്കെ ഒരു കൊലയായിട്ടൊക്കെ വരുമ്പോൾ എപ്പോഴും സ്റ്റോർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. എക്സസ് വരുന്നതല്ല, ഇതേപോലെ ഉണക്കി കണ്ടെയ്നറിലാക്കി വെക്കും. അത് 1 year ഒക്കെ യൂസ് ചെയ്യും. ഞാൻ എടുത്തേക്കുന്ന ശേഷം ഒരു 1.25 കപ്പോളം ഉണ്ട്. ഉണക്കി വെച്ചേക്കുന്ന ഏത്തയ്ക്ക ഒരു 1.25 കപ്പ് എടുത്തു. അപ്പോൾ വഴറ്റ് വാഴയ്ക്ക ഉണ്ടാക്കാനായിട്ട് നമ്മൾ അവലൊക്കെ വെള്ളയിക്കുന്ന പോലെ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്തത്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ശർക്കരപ്പൊടി, 1/2 കപ്പ് ശർക്കരപ്പൊടി. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ചേർക്കാം. ഇത് നല്ലതായിട്ടും തിക്കാക്കി എടുക്കണം. ഇപ്പം ഞാൻ ഉപയോഗിച്ചേക്കുന്ന ഓർഗാനിക് ജാഗ്രി പൗഡറാണ്. അതുകൊണ്ട് അരിച്ചെടുക്കുന്നില്ല. മറ്റേ ശർക്കര ഉപയോഗിക്കുന്നെങ്കിൽ എപ്പോഴും പാനിയാക്കിയ ശേഷം ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ സാധാരണ ശർക്കര ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾ ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് 1/2 കപ്പിൽ ഹീപ്ഡായിട്ട് എടുത്താൽ നമുക്ക് ഇതേപോലെ തന്നെ ക്വാണ്ടിറ്റി കിട്ടും. എപ്പോഴും മധുരം കണക്കാക്കി നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ നല്ല തിക്കായിട്ട് ആവണം ശർക്കര. ഇവിടെ ശർക്കരയൊക്കെ തിക്കായിട്ടുണ്ട്. ഏകദേശം ഒരു നൂൽ പരുവായി. ഈ സ്റ്റേജിൽ നമുക്കിതിനകത്തേക്ക് തേങ്ങ ചേർക്കാം. ഞാൻ എടുത്തേക്കുന്ന 1 കപ്പ് ഹീപ്ഡായിട്ടാണ്. ഏകദേശം ഒരു 1.25 കപ്പ് ലെവലിൽ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1.25 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ നന്നായിട്ട് വേണ്ടിയവരൊക്കെ ഈ ഒരു ക്വാണ്ടിറ്റി ചേർക്കുക. പിന്നെ തേങ്ങയ്ക്കകത്ത വെള്ളം ഒന്ന് പറ്റി വഴറ്റിയെടുക്കണം. അപ്പം നമ്മൾ തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഏത്തയ്ക്ക, ഉണക്കിയ ഏത്തയ്ക്ക ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഇനി ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ വഴറ്റ് വാഴയ്ക്ക. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതേപോലെ തേങ്ങയും വാഴയ്ക്കയും എല്ലാം കൂടെ കൂട്ടഡായിട്ട്
അപ്പോൾ ഏത്തയ്ക്ക ഉണക്കിയത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഡിഷ് ഉണ്ടാക്കാം. അപ്പോൾ ഏത്തയ്ക്ക ഉണക്കുന്നത് വളരെ സിമ്പിളാണ്. ഒരു 4 ദിവസത്തെ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഏത്തയ്ക്ക ഉണക്കിയെടുക്കാം. അപ്പോൾ ചില സ്ഥലങ്ങളിൽ വാഴയ്ക്ക എന്ന് പറയും, ചിലയിടത്ത് വാഴയ്ക്ക അല്ലെങ്കിൽ ഏത്തയ്ക്ക വിളയിച്ചതെന്ന് പറയും. അപ്പോൾ നമ്മൾ അവൽ വിളയിക്കുന്ന അതേ മെത്തേഡാണ്. പക്ഷേങ്കിൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് 2 ആഴ്ചയൊക്കെ കേടുകൂടാണ്ടിരിക്കും, തേങ്ങ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണെങ്കിൽ. ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.